പക്ഷെ ഈ പ്രാർത്ഥന അതിശക്തമാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രാർത്ഥന വളരെ സിമ്പിളാണ്. തൃത്വസ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ജപമാല എടുത്തിട്ട് ഓരോ കണ്ണിയിലും ഓരോ മണിയിലും പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. കുരിശൊന്നും വരയ്ക്കണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങനെ 10 അങ്ങോട്ട് ചൊല്ലുക. അപ്പൊ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ ഒരു മണി ഇവിടെ ഇതാ വെയിറ്റ് ചെയ്യാണ്. അവിടെ വരുമ്പോ ഇത് ഓർത്ത് വെച്ചിരിക്കണം. പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി, ഭർത്താവിന്റെ പേര് മോനച്ചൻ എന്നാണ് കേട്ടോ. പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി മോനച്ചന്റെ ചങ്കിലേക്ക് ആഞ്ഞടിക്കണമേ, മദ്യപാനം എടുത്തു മാറ്റണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കഴിഞ്ഞാൽ 10 അങ്ങനെ 10 അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതാ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്ന സ്ഥലത്ത് എന്ത് പ്രാർത്ഥിക്കണം? പരിശുദ്ധ